അതൊരു പബ്ലിക് പ്ലേസിലാണ്, എനി സ്ട്രീറ്റ് പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ 100 പേര് കൂടുതൽ കൂടുന്ന ഒരു സ്ഥലം, അങ്ങനെ സെക്ഷൻ 54 അനുസരിച്ച് വരുന്ന ഒരു പ്രതിഷ്ഠാപനമാണെങ്കിലും അതിന് അനുമതി വേണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെയിംസ്കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലെ വിഷയം ജനറേറ്ററിൻ്റെ അനുമതി സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക വിവരമാണ്. നമ്മുടെ സർക്കാർ പുതിയൊരു ഉത്തരവ് ഇറക്കുകയുണ്ടായി. ആ ഉത്തരവ് പ്രകാരം ജനറേറ്ററിന് അനുമതി ലഭിക്കുന്നതിൽ വളരെയധികം നിയമങ്ങൾ റിലാക്സ്ഡ് ആക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് സർക്കാർ ഉത്തരവൊന്ന് പരിശോധിച്ച് സ്റ്റഡി ചെയ്യാം. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കൂടാതെ എൻ്റെ ഈ ചാനലിൽ സോളാർ സംവിധാനങ്ങൾ, മിന്നൽ രക്ഷാ സംവിധാനങ്ങൾ, ട്രാൻസ്ഫോമർ, ജനറേറ്റർ മുതലായവ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുതലായവ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ദയവായി ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് ആ ഉത്തരവ് പരിശോധിച്ച് സ്റ്റഡി ചെയ്ത ശേഷം തിരിച്ചു വന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന ഡിപ്പാർട്ട്മെൻറ്റ് നടത്തേണ്ട പരിശോധനകൾ സംബന്ധിച്ച് കുറച്ചുകൂടി വിശദീകരണം തന്നുകൊണ്ട് സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കി. സെപ്റ്റംബർ 18 ഈ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. 2017 ഉണ്ടായിരുന്ന ഒരു ഉത്തരവ് ഇപ്പോൾ മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ഈ ഉത്തരവിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായി കിട്ടിയിരിക്കുന്ന ഒരു മെച്ചം ജനറേറ്ററിൻ്റെ അനുമതി സംബന്ധിച്ചുള്ളതാണ്. ജനറേറ്റർ നിലവിൽ 10 kVA മുതൽ ഉള്ള ജനറേറ്ററുകൾക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുമതി ആവശ്യമുണ്ട്. ആ നിയമം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഈ പുതിയ ഓർഡറിൽ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഈ മുകളിൽ കാണുന്ന ഹെഡിങ്ങിൽ 10 kVA, 25 kVA അങ്ങനെ ഒരു 4 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് നിലവിലുള്ള ഓർഡറിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് ഒരു ടേബിളിലാക്കി എഴുതിയിരിക്കുകയാണ്. എന്നാലും ഒരു 2 ചേഞ്ച് ഇതിനകത്തുണ്ട്. അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ലൈനിൽ 10 kVAയ്ക്ക് താഴെയുള്ളതിന് അനുമതി വേണ്ട എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ വലത്തോട്ട് വായിക്കുമ്പോൾ അതിൽ ഒരു പ്രൊവിഷൻ എഴുതിയിരിക്കുന്നത് എനി ഇൻസ്റ്റലേഷൻ വിച്ച് ഡു നോട്ട് അട്രാക്ട് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 54 ഓഫ് ദി ആക്ട്. അതായത് ഇവിടെ ആക്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ആക്ട് 2003 ആണ്. അതിൽ 54ാമത്തെ വകുപ്പ് പ്രകാരം ഉള്ള പ്രതിഷ്ഠാപനങ്ങൾ ഒഴികെ ഉള്ളതിന് 10 kVAയ്ക്ക് താഴെയുള്ളതിന് അനുമതി വേണ്ട എന്ന് പറഞ്ഞാൽ 10 kVA മുതലുള്ളതിന് എല്ലാ ഇതിനും അനുമതി വേണമെന്നാണ്. പക്ഷേ 10 kVAയ്ക്ക് താഴെ സപ്പോസ് ഒരു 7.5 kVA ജനറേറ്റർ വെക്കുന്നു, അതൊരു പബ്ലിക് പ്ലേസിലാണ്, എനി സ്ട്രീറ്റ് പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ 100 പേര് കൂടുതൽ കൂടുന്ന ഒരു സ്ഥലം, അങ്ങനെ സെക്ഷൻ 54 അനുസരിച്ച് വരുന്ന ഒരു പ്രതിഷ്ഠാപനമാണെങ്കിലും അതിന് അനുമതി വേണം എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അതാണ് 10 kVA വരെയുള്ളതിൻ്റെ ഒരു കാറ്റഗറി തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തമായി കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് സെക്ഷൻ 54 അട്രാക്റ്റ് ചെയ്യുന്നത് ആണെങ്കിൽ എല്ലാ ജനറേറ്ററുകൾക്കും അനുമതി വേണം. അതല്ല സെക്ഷൻ 54 അട്രാക്റ്റ് ചെയ്യുന്ന അല്ല എങ്കിൽ 10 kVA മുതലുള്ളതിന് മാത്രം, അതായത് ലെസ് ദാൻ 10 kVAയ്ക്ക് പെർമിഷൻ വേണ്ട എന്നാണ് ആ ഫസ്റ്റ് ലൈനിൻ്റെ മീനിങ്. ഇനി ഈ ഉത്തരവിലെ മറ്റൊരു പ്രധാന ചേഞ്ച്, രണ്ടാമത്തെ ലൈൻ നോക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 kVA, റൈറ്റ് സൈഡിലിരിക്കുന്ന ജനറേറ്റിംഗ് യൂണിറ്റ്സ് ഇൻസ്റ്റാൾഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സ്. ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സ് എന്ന് പറയുമ്പം റിലയൻസ്, എയർടെൽ, വോഡാഫോൺ, ഐഡിയ അങ്ങനെ പോകുന്നു. ആ ടവേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സിൻ്റെ പ്രവർത്തനത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന ജനറേറ്റർ യൂണിറ്റുകൾ, അങ്ങനെയുള്ള ജനറേറ്റർ യൂണിറ്റ്സിൽ 25 kVA അല്ലെങ്കിൽ അതിന് താഴെ, അതായത് അപ് ടു 25 ഇനി മുതൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ടതില്ല എന്നുള്ള മീനിങ്ങാണത്. അപ്പോൾ മറ്റൊരു സംഗതി ഇതിൻ്റെ അകത്ത് വരുന്നത്, നമുക്ക് നിലവിൽ വേറൊരു ഓർഡറുമുണ്ട്. ആ ഓർഡർ ഇതിൻ്റെ അകത്ത് മാറ്റപ്പെടുന്നില്ല. അതായത് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ഓർഡർ നമുക്ക് നിലവിലുണ്ട്. ഈ ഓർഡറിൽ അത് മാറ്റുന്നതായിട്ട് പറയുന്നില്ല. ആ ഓർഡർ പ്രകാരം അപ് ടു 30 kVA വരെ ഉള്ള ജനറേറ്ററുകൾക്ക് ഇനി മുതൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്താൽ മതി എന്നൊരു ഓർഡറുണ്ട്. ആ ഓർഡർ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി മുതൽ ഈ രണ്ടാമത്തെ ലൈനിലെ അർത്ഥം എന്താണ്?
ഇനി മുതൽ 25 kVA വരെ പെർമിഷൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ 25-ന് മുകളിൽ 30 വരെയുള്ള ജനറേറ്ററുകൾക്ക് പെർമിഷൻ വാങ്ങിക്കാനായിട്ട് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്താൽ മതി. 30-ന് മുകളിലുള്ളതാണെങ്കിൽ അതിന് ഡീറ്റെയിൽഡായിട്ട് ഡ്രോയിങ് വരച്ചു കൊടുക്കണോ എന്നുള്ള ഒരു മീനിങ്ങും കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു മെച്ചം എന്താണ്? ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സിനോട് അനുബന്ധിച്ചുള്ള ജനറേറ്ററുകൾക്ക് ഇനി മുതൽ പെർമിഷൻ വേണ്ട, അപ് ടു 25 kVA. പക്ഷേ അവരത് സ്ഥാപിക്കുമ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പെർമിഷൻ വേണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവർ KSEB എന്ന് പറഞ്ഞ സപ്ലയറുടെ സിസ്റ്റത്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ അത് ഫോർമലി അത് ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് ചാർജ് ചെയ്യാവൂ. അവരുടെ സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ഓവർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് 10 kVA പറയുന്ന ഫസ്റ്റ് ലൈനും രണ്ടാമത്തെ 25 kVA എന്ന് പറയുന്ന ഈ ലൈനും ആണ് പ്രധാനമായിട്ട് ഈ ഓർഡറിലുള്ള രണ്ട് ചേഞ്ച്. താഴോട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഈ 2017 ഇറങ്ങിയ ഓർഡറും അത് കഴിഞ്ഞ് ഇറങ്ങിയ പല ഓർഡറിലും പറഞ്ഞിരിക്കുന്ന സംഗതി ഈ ഉത്തരവിലൂടെ കമ്പൈൽ ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ മൂന്നാമത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്നത് അത് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിന് 30 kVA വരെയുള്ള അപ് ടു 30 kVA വരെയുള്ളതിന് പെർമിഷൻ വേണ്ട. പക്ഷേ ആ ഇൻഡസ്ട്രി ഒരു ST കണക്ഷൻ ആണെങ്കിൽ, ST ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ആണെങ്കിൽ അവരുടെ ഈ 30 kVA ആയാലും അതിന് പെർമിഷൻ വേണം എന്നുള്ളൊരു മീനിങ്ങാണ്. പിന്നെ അതിന് താഴെയുള്ളത് സോളാറിൻ്റെ കാര്യമാണ്. സോളാറിനെ സംബന്ധിച്ച് ഇപ്പോൾ 50 kWp സോളാർ വരെ പെർമിഷൻ വേണ്ട എന്നൊരു ഓർഡർ ഇപ്പോൾ ഇറങ്ങിയ ഓർഡറിന് തൊട്ട് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ആ പറഞ്ഞ ഓർഡറുകളെല്ലാം കൂടി നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോൾ സംസാരിക്കുന്ന ഗവൺമെൻറ് ഓർഡർ വഴി ക്രോഡീകരിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. സർക്കാർ ഉത്തരവും ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വിശദീകരിച്ചതനുസരിച്ച് സെക്ഷൻ 54 പ്രകാരം ഉള്ളതല്ലാത്ത ജനറേറ്റർ സ്ഥാപിക്കുമ്പോൾ 10 kVA മുതൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം ആവശ്യമുണ്ട്. പക്ഷേ ഈ ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ വകുപ്പ് 54 ബാധകമാകുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിൽ ജനറേറ്റർ സ്ഥാപിക്കുമ്പോൾ, ഒരു ഉദാഹരണം, ഒരു VIP വരുന്നു, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്കൊരു ജനറേറ്റർ സ്ഥാപിക്കേണ്ടി വരുന്നു, അവിടെ അതൊരു പബ്ലിക് പ്ലേസ് ആണ്, അതല്ലെങ്കിൽ അവിടെ 100 പേരിൽ കൂടുതൽ ഓഡിയൻസ് ഉണ്ടെന്ന് വരും. അങ്ങനെ പല കാരണങ്ങളാലാണ് ഈ സെക്ഷൻ 54 അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ 6 kVA സ്ഥാപിച്ചാലും 7.5 kVA സ്ഥാപിച്ചാലും 10 ആയാലും 12 ആയാലും എങ്ങനെയായാലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം വേണം എന്നാണ് ഇപ്പോഴത്തെ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുകൂടാതെ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിനായിട്ടുള്ള മൊബൈൽ ടവറുകൾക്ക് സമീപം അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ സ്ഥാപിക്കുന്ന ജനറേറ്റർ 25 kVA വരെയുള്ളതാണെങ്കിൽ അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം വേണ്ട. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഇത് 10 kVA മുതൽ അനുവാദം വേണം, ഇനി ഭാവിയിൽ 25 kVA വരെ അനുവാദം വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബന്ധപ്പെട്ട ഓർഡറിലുള്ള പ്രധാന ചേഞ്ച്. ഈ രണ്ട് കാര്യങ്ങളിലാണ്. പക്ഷേ ഇതിനോടനുബന്ധിച്ച് ഈ ഓർഡറിൽ തന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മുടെ നിലവിലുള്ള 2017 ഉത്തരവിൽ നിന്നും വലിയ വ്യത്യാസങ്ങളില്ല, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. നമ്മുടെ നിയമങ്ങൾ ഇതുപോലെ റിലാക്സ്ഡ് ആകട്ടെ. നിങ്ങൾ ഈ വീഡിയോ ക്ഷമയോടെ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം.